إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ മറിയം 85-86 അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. നോക്കൂ, യൗമ നഹ്ശുറുൽ മുത്തഖീൻ, ഭയഭക്തിയുള്ള സൂക്ഷ്മത പാലിച്ച മുത്തഖീങ്ങളെ നാം ഒരുമിച്ച് കൂട്ടുന്നതാണ്. ആ ദിവസം ഒരുമിച്ച് കൂട്ടുമെന്ന് പറഞ്ഞാൽ മഹ്ശറ സബീൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടും. ഇലർ റഹ്മാൻ, റഹ്മാനായ പരമകാരുണികന്റെ അടുത്തേക്ക് വഫ്ദ, ഒരു അതിഥി എന്ന നിലയിൽ ആതിഥ്യ മര്യാദയോടുകൂടി അതിഥി എന്ന നിലയിൽ ആദരിക്കാൻ വേണ്ടി അല്ലാഹു റഹ്മാനായ പരമകാരുണികന്റെ അടുത്തേക്ക് ഒരു അതിഥിയെ പോലെ ആ മുത്തഖീങ്ങളെ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടുന്നതാണ്. അതിന് നേരെ വിപരീതമായി അല്ലാഹു അടുത്തായത്തിൽ പറയുന്നു, വനസൂഖുൽ മുജ്രിമീൻ, കുറ്റവാളികളെ നാം നയിക്കുന്നതാണ്, അല്ലെങ്കിൽ തെളിക്കുന്നതാണ്. ഇലാ ജഹന്നം, ജഹന്നം എന്ന നരകത്തിലേക്ക് തെളിക്കുന്നതാണ്. വെറുതെ ദാഹിച്ചലഞ്ഞവരായ നിലയിൽ അങ്ങേറ്റത്തെ ദാഹം കൊണ്ട് ദാഹിച്ച് വലഞ്ഞവരായ നിലയിൽ ജഹന്നം എന്ന നരകത്തിലേക്ക് അവരെ തെളിക്കുന്നതാണ്. എന്താണ് ഇതിന് കാരണം നിങ്ങൾക്കറിയുമോ? മുത്തഖീങ്ങൾക്ക് ഹൗദുൽ കൗസർ എന്ന് പറഞ്ഞ് ഒരു പ്രാവശ്യം കുടിച്ചാൽ തേനിനേക്കാൾ മധുരമുള്ളതും പാലിനേക്കാൾ വെളുത്തതുമായ ആ വിശിഷ്ട ദ്രാവകം ഹൗദുൽ കൗസർ കുടിച്ചു കഴിഞ്ഞാൽ മുത്തഖീങ്ങൾക്ക് ഒരിക്കലും പിന്നെ ദാഹം അനുഭവപ്പെടുകയില്ല. ആ സൗഭാഗ്യം മുഅ്മിനീങ്ങൾക്ക് മാത്രം ലഭിക്കുന്നതാണ്. അതേസമയം ഈ മുജ്രിമീങ്ങൾക്ക്, കുറ്റവാളികൾക്ക്, കുഫാറുകൾക്ക് ഒരു തരത്തിലുള്ള ജലവും ലഭിക്കുകയില്ല. അവർ ദാഹിച്ച് വലഞ്ഞ് വിഷന്നൊട്ടിയവരായി അവർ നരകത്തിലേക്ക് അവരെ നയിക്കപ്പെടും, നരകത്തിലേക്ക് അവരെ തൊളിക്കപ്പെടും. അവിടെ നിന്നും ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെ സ്ഥലത്ത് വിശദീകരിക്കുന്നു, അവർ ജലം ആവശ്യപ്പെടുമ്പോൾ അതികഠിനമായ ശൈത്യമുള്ളതോ അല്ലെങ്കിൽ അതികഠിനമായ ചൂടുള്ളതോ ആയ ഒരു ദ്രാവകമാണ് അവർക്ക് നൽകുന്നത്. ആ ദ്രാവകമാണെങ്കിലോ കത്തിയെരിയുന്ന അല്ലെങ്കിൽ ചുട്ടുപഴുത്ത ലോഹത്തിന്റെ രൂപത്തിലുള്ള ദ്രാവകമായിരിക്കും. അത് അവരുടെ വയറുകളിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ എരിഞ്ഞുകൊണ്ട് അങ്ങേയറ്റം പ്രയാസകരമായി മാറുന്നതാണ്. തരത്തിലുള്ള ആ കഠിനമായ ശിക്ഷയാണ് അവർക്ക് മുന്നിലുള്ളത് എന്നൊക്കെയാണ് ഈ ആയത്ത് നൽകുന്ന സന്ദേശം. എത്രയുമാണ് ഈ ആയത്തുമായി നമുക്ക് സംസാരിച്ച് വിശദീകരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.